CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പീഡന പരാതി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം CPM-ലെ C. സുജിത് രാജിവെച്ചു. CPM-ഉം DYFI-യും നേരത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കേരള PSC നടത്താനിരുന്ന പരീക്ഷയിൽ ഗുരുതരമായ വീഴ്ച. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്താനിരുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ അബദ്ധത്തിൽ രാവിലെ നടന്ന മറ്റൊരു പരീക്ഷയ്ക്ക് വിതരണം ചെയ്തതോടെയാണ് ഉച്ചതിരിഞ്ഞ് നടത്താനിരുന്ന പരീക്ഷ റദ്ദാക്കേണ്ടി വന്നത്. ലഹരി മാഫിയയ്ക്ക് മുന്നിൽ കേരളം മുട്ടുമടക്കില്ലെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ സംഗമം ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ ചെറിയമുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയുമായി ബന്ധപ്പെട്ട് തിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കണ്ടാൽ അറിയാവുന്ന 40-ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പവർ കട്ടിനെതിരെ DYFI. തച്ചമ്പാറ ബ്ലോക്ക് കമ്മിറ്റി കാഞ്ഞിരപ്പുഴ KCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണയിലും KCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. ലഹരി മാഫിയയ്ക്ക് മുന്നിൽ കേരളം മുട്ടുമടക്കില്ലെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ സംഗമം ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ മുൻപൊക്കെ ജനങ്ങൾക്ക് പേടിയായിരുന്നു. എന്നാൽ ലഹരി മാഫിയ ഇപ്പോൾ ജനങ്ങളെ ഭയപ്പെടുകയാണെന്നും ഇക്കാര്യത്തിൽ എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണിതെന്നും ചെന്നിത്തല പറഞ്ഞു. ബഹുമാനായ നമ്മുടെ MLA-യുടെ നേതൃത്വത്തിൽ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വലിയ പരിപാടികൾ സംഘടിപ്പിച്ചു എന്നുള്ള വിവരം ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കേരളമെമ്പാടും ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്ത പരിപാടിയാണ് ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ട്. ആരംഭിച്ചത് ആഭ്യന്തര വകുപ്പാണെങ്കിലും ഈ പദ്ധതി ഇന്ന് ജനങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. എവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഓപ്പറേഷൻ തുഫാന് വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങൾ, ജാഥകൾ, കലാപരിപാടികൾ, ഷോർട്ട് ഫിലിമുകൾ, നാടകങ്ങൾ, അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ ബോധവൽക്കരണ ക്യാമ്പുകൾ, ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള പരിപാടികൾ എല്ലാമാണ്. ഇതൊരു ഗവൺമെന്റ് പരിപാടിയായിട്ടാണ് തുടങ്ങിയത്. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. അന്ന് അടികൾക്കുള്ളിലേക്ക് ആയിരക്കണക്കിന് വട്ടിപ്പലിശക്ക് നേതൃത്വം നൽകുന്ന വലിയ കൊള്ളപ്പലിശക്കാരെ അടച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ നടത്തിയ ഒരു മാതൃകാ മുന്നേറ്റമുണ്ട്. ആഭ്യന്തര വകുപ്പ് 10 വർഷക്കാലം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ആ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹം നടത്തിയ ആ പോരാട്ടത്തിന്റെ ഒരുപാട് സഹായം ലഭിച്ച മനുഷ്യരിന്ന് ജീവനോടെയുണ്ട് എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്നും 2300 വിദ്യാർത്ഥി വളണ്ടിയർമാരെ കേരളത്തിന് സംഭാവന ചെയ്യുന്നതായി നജീബ് കാന്തപുരം പറഞ്ഞു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നദീം സഫ്രാൻ കോങ്ങത്ത്, മുഹമ്മദ് റാഫി, അസ്ഹർ, മാനുപ്പ കുറ്റീരി, ഷബീർ അലി, PK അബ്ദുൽ അസീസ്, അഹമ്മദ് പുളിക്കൽ എന്നിവർക്ക് തൂഫാൻ അംബാസഡർ ബാഡ്ജ് ആഭ്യന്തരമന്ത്രി കൈമാറി. ചടങ്ങിൽ VS ജോയ് MLA, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, നഗരസഭാധ്യക്ഷ സുരയ്യ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ സ്വാഗതം പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പവർ കട്ടിനെതിരെ ഡിവൈഎഫ്ഐ. തച്ചമ്പാറ ബ്ലോക്ക് കമ്മിറ്റി കാഞ്ഞിരപ്പുഴ KCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ KCB എന്ന് പറയുന്ന ഈ സംവിധാനം കേരളത്തിലെ ജനങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ അവസ്ഥയിലേക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് 10, 50, 60 ദിവസം കൊണ്ട് ഈ കേരളത്തെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പൊ ഫുട്ബോൾ കളി നടക്കുകയാണ്. നാളെ ലൂസേഴ്സും മറ്റൊന്ന് ഫൈനലുമാണ്. തർക്കമൊന്നുമില്ല, അർജന്റീന കപ്പടിക്കും. അതിനിപ്പോ ഏത് പ്രതിസന്ധികളെ നേരിട്ടാലും നമ്മൾ മുന്നോട്ട് പോകും. സ്പെയിനല്ല, ഏത് വലിയ ഫ്രാൻസ് വരുന്ന അല്ലേ ഇവിടെ അമലവിടെ എല്ലാ പ്രതിസന്ധികളെയും നേരിടും. അർജന്റീന കപ്പടിക്കും. പക്ഷെ എന്ത് വിശ്വാസത്തിലിരിക്കുന്നത്? ആകെ വിശ്വാസം മൊബൈലൊക്കെ ഫുള്ള് ചാർജ് ചെയ്ത് വെച്ചോളി. ഫൈനലി കാണിച്ച പവർ ബാങ്ക് കയ്യിലുണ്ടോ? വിശ്വാസം ഉണ്ടോ? അല്ലെങ്കിൽ ചാർജ് ചെയ്ത് വെച്ചോ. ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ എടുത്ത പോസ്റ്റ് ചെയ്യുക, കോൺഗ്രസിലെ എടുത്തൽ. ഇവിടെ ഒരു കുഴപ്പമില്ല, കേരളത്തിലൊരു കുഴപ്പമില്ല. എന്റെ നോക്കുമ്പോൾ പവർ ബാങ്ക് കുത്തിപ്പിടിച്ചിട്ടാണ് ഇപ്പൊ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യുന്നത്. ഫൈനലി കാണാൻ പറ്റുമോ ഇവര് വരിക്കുമ്പോ? മെസ്സി ഇങ്ങനെ ബോളൊക്കെ വെട്ടിച്ച് ലെഫ്റ്റ് വിങ്ങിൽ ഇങ്ങനെ കയറി പോണതിന്റെ ഇടക്ക് പാസ് കൊടുത്ത അൽവാരസ് അല്ലേ ഹെഡ് കറക്റ്റാക്കണ കറണ്ട് കൊണ്ട് പോയാൽ എന്താകും അവസ്ഥ? നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ. ഫൈനലിന്റെ ദിവസമൊക്കെ കളി നടക്കുമ്പോഴൊക്കെ 5 മിനിറ്റിൽ 5 സെക്കൻഡ് കറണ്ട് പോയാ അന്ന് ഞങ്ങൾ ഇങ്ങനെയല്ല വരിക. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഈ നാട്ടിലെ ഫുട്ബോൾ ആരാധകരൊക്കെ ഒരു വരവ് വരും. അത് അത്ര സുഖമുള്ള വരവാവില്ല. തികച്ചും സമാധാനപരമായൊരു മാർച്ചാണ് ഇപ്പൊ ഞങ്ങൾ നടത്തുന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. കേരളം അകപ്പെട്ട ഈ പ്രതിസന്ധി ചുരുങ്ങിയ ദിവസം കൊണ്ട് കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, വൈദ്യുതി മേഖലയിൽ രാജ്യത്തിനാകെ മാതൃകയായി നമ്മൾ സ്വീകരിച്ച നേട്ടങ്ങളെല്ലാം ഇതൊറ്റ ഒരു സ്വാഭാവിക പ്രതിഭാസം. ഇതിന് പിന്നിൽ ഇപ്പോ മറ്റേ ഇതിലുണ്ടല്ലോ, KSRTCയിൽ ഒരു പദ്ധതി തുടങ്ങി, വനിതകൾക്ക് ഫ്രീ കൊടുത്തു. ഇപ്പൊ ശമ്പളം മുടങ്ങി, KSRTCയിൽ എണ്ണടിക്കാൻ കാശില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ വൈകാതെ KSRTC നിൽക്കും. പ്രൈവറ്റ് ബസ്സുകാർ ഇപ്പോൾ കുറച്ച് പ്രയാസത്തിലാണ്. നിങ്ങളിതിൽ വൈകാതെ KSRTC എന്താവും? അപ്പോൾ അത് നിർത്തും, പൂട്ടും. ഇപ്പോൾ കറണ്ട് ഇങ്ങനെ കട്ടാണ്. അധിക പൂളിൽ നിന്ന് അധിക സമയത്ത് പീക്ക് ടൈമിൽ വൈദ്യുതി വാങ്ങേണ്ടി വരും. 70,000 അല്ലെങ്കിൽ 90,000 മുകളിലേക്ക് ഉപഭോഗം വരികയാണ്. അപ്പോൾ പറയണത് ഡ്രസ്സ് നിങ്ങൾ അയൺ ചെയ്യണ്ട. ആരാ പറയണത്? നല്ല കതറ് മുണ്ട്, കതറ് ഷർട്ട് മറ്റേ സാധനത്തിലേക്ക് മുക്കി മറ്റേ നെയ്യിൽ പൊരിച്ച പോലെ നല്ല അലക്കി തേച്ച് ഇസ്തിരി ഇട്ട് വന്നിട്ട് സണ്ണി വക്കീൽ പറയണ് ഞങ്ങൾ കതറ. കോൺഗ്രസ്സുകാരെ ഇപ്പൊ തിരുവനന്തപുരത്ത് മറ്റേ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തൊക്കെ ആളുകളെ ഈ കോൺഗ്രസ്സുകാരെ തട്ടിമുട്ടി നടക്കാൻ വയ്യ. CCN മണ്ണാർക്കാട്. പവർ കട്ടിനെതിരെ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ KCB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുൻ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മനുഷ്യർ എന്ന് പറയുന്നത് അഭ്യസ്തവിദ്യരാണ്. അവർ നല്ല ധാരണയുള്ളവരാണ്. അവരിതെല്ലാം തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
38% ഇവിടുത്തെ ആഭ്യന്തര വരുമാനവും ചിലവും തമ്മിലുള്ള വ്യത്യാസം വർധനവ്. അത് 34% കുറക്കുന്നതിന് വേണ്ടി 10 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന് സാധിച്ചു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ വയറ്റടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഇരുട്ടിലാകുമെന്ന് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ പറഞ്ഞിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ കേരളം ഇരുട്ടിലാകുമെന്നാണ് പറഞ്ഞിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന നിലയിലേക്ക് കേരളം ഇരുട്ടിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വൈദ്യുതിയുടെ ക്ഷാമം പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല. വൈദ്യുതിയുടെ ക്ഷാമം എല്ലാ കാലവും കേരളത്തിലുള്ളതാണ്. മഴയുടെ കുറവ് ഏതെങ്കിലും സുപ്രഭാതത്തിൽ 2026 മാത്രം ഉണ്ടായതല്ല. 2021, 23, 24, 25 ഒക്കെ മഴയുടെ കുറവുണ്ടായിട്ടുണ്ട്. അങ്ങനെ മഴയുടെ കുറവുണ്ടാകുന്ന സമയത്ത് ഇവിടെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനത്തിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വൈദ്യുതി പണം കൊടുത്തു വാങ്ങി. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ പവർ കട്ട് ഏർപ്പെടുത്തിയ ജനദ്രോഹ നടപടിക്കെതിരെ യുവജന പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ മാർച്ചിന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ഷാഹിദ്, KT ജിജീഷ്, കെ ഹരിമോൻ എന്നിവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. കേരള PSC നടത്താനിരുന്ന പരീക്ഷയിൽ ഗുരുതരമായ വീഴ്ച. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്താനിരുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ അബദ്ധത്തിൽ രാവിലെ നടന്ന മറ്റൊരു പരീക്ഷയ്ക്ക് വിതരണം ചെയ്തതോടെയാണ് ഉച്ചതിരിഞ്ഞ് നടത്താനിരുന്ന പരീക്ഷ റദ്ദാക്കേണ്ടി വന്നത്. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കാനിരിക്കെ ചോദ്യപേപ്പർ മാറി നൽകിയ വിവരം കണ്ടെത്തിയതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ PSC പരീക്ഷ റദ്ദാക്കുന്നതായി അറിയിച്ചു. ഇതോടെ പരീക്ഷ എഴുതാനെത്തിയ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നിരാശരായി. രാവിലെ നടത്തിയതും ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന കേരള ടൂറിസം ഡെവലപ്മെന്റിന്റെ സ്റ്റോർമാൻ എക്സാമും കേരള സ്റ്റേറ്റ് ബിവറേജസിന്റെ ലോവർ ഡിവിഷൻ എക്സാമുമാണ് റദ്ദാക്കിയത്. സംഭവത്തിൽ PSC അന്വേഷണം ആരംഭിച്ചതായും പരീക്ഷയുടെ പുതിയ തീയതി പിന്നീട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഉദ്യോഗാർത്ഥികൾ PSCയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തെങ്കര GHSS സ്കൂളിൽ പരീക്ഷ എഴുതുവാൻ വന്ന ഉദ്യോഗാർത്ഥികൾ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. CCN കടമ്പഴിപ്പുറം. പീഡന പരാതി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം CPM-ലെ C. സുജിത് രാജിവെച്ചു. CPM-ഉം DYFI-യും നേരത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. CPM-ലെ രാഗം കോർണർ വാർഡ് അംഗവും ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ C. സുജിത്താണ് രാജി സമർപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കാണ് രാജി നൽകിയത്. ശ്രീകൃഷ്ണപുരം സ്വദേശിയായ യുവതിയാണ് സുജിത്തിനെതിരെ പീഡന പരാതി നൽകിയത്. പാലക്കാട് 2nd അഡീഷണൽ സെഷൻസ് കോടതി സുജിത്തിന് ജാമ്യവും അനുവദിച്ചിരുന്നു. സുജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് സമരങ്ങളും നടന്നിരുന്നു. ഒടുവിലാണിപ്പോൾ രാജി സമർപ്പിച്ചത്. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി CCST കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ പാസ് ഔട്ടായ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് കോളേജിൽ വെച്ച് നടന്നു. മലപ്പുറം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഗീത നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സൈനുൽ ആബിദീൻ കോട്ട പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. Convocation address is something different from other types of meetings and other types of addresses because you are all graduates. In the past you were undergraduates, now you are going to be postgraduates in the immediate future. So what type of knowledge that you received or what type of behavioral modification that made you transformed into a better human being? As our honorable principal underlined, emphasized that being a good human being should be the aim of education. Education nowadays is, something different, but basically education is a long process of transforming an individual into the personal exalted situations.
ചടങ്ങിൽ പ്രോഗ്രാം കോർഡിനേറ്ററും അസിസ്റ്റന്റ് പ്രൊഫസറുമായ സൽമാനുൽ ഫാരിസ് സ്വാഗതം പറഞ്ഞു. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി പാസ് ഔട്ടായ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള മൊമന്റോ, സർട്ടിഫിക്കറ്റ്, മെഡൽ എന്നിവ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി CG ജയചന്ദ്രൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരിദാസൻ, ഡയറക്ടർ ഇക്ബാൽ എന്നിവരും വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളും ചടങ്ങിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ഭാഗ്യലക്ഷ്മി നന്ദിയും പറഞ്ഞു. BSc Computer Science Department topper Fatima Sana P. Next I welcome PC Director. Thank you, sir. Next I welcome BSc Physics topper Shahana Sultana AK. Safa P. Anjali K. Aish. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി ഐഡിയൽ ട്രെയിനിംഗ് കോളേജിന്റെ 2024-26 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായ പരിപാടികളോടെ ക്യാമ്പസിൽ വെച്ച് നടന്നു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അധ്യാപനം മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ താല്പര്യപൂർവ്വം ആകാംക്ഷാപൂർവ്വം നോക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. കേരളത്തിൽ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ സ്വാധീനത്തിൽ ഇടപെടലിലെല്ലാം ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഐഡിയൽ മാനേജർ അബ്ദുൽ മജീദ് മന്നിശ്ശേരി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. പരീക്ഷ ടോപ്പർക്കുള്ള മുഹമ്മദ് സിദ്ദിഖ് VP മെമ്മോറിയൽ ടോപ്പർ അവാർഡ് ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. സൈനുൽ ആബിദീൻ, DO AP നസിയ, മുൻ വൈസ് പ്രിൻസിപ്പൽ AP മുഹമ്മദ് സഫ്വാൻ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ M. ഷമീറ, P. അനിത എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ N. രഘുനാഥൻ വിദ്യാർത്ഥികൾക്കായുള്ള ബിരുദദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CCN ചെർപ്പുളശ്ശേരി. തിരൂർ ചെറിയമുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയുമായി ബന്ധപ്പെട്ട് തിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കണ്ടാൽ അറിയാവുന്ന 40-ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചെറിയമുണ്ട സ്കൂളത്തെ കണ്ടില്ല, എന്താ കുട്ടികളെ ഒരു തോക്കാടികൾ, നല്ല ബഹുമാനമുള്ള കുട്ടികളെ. എന്താണ് ഈ ചെക്കന്മാർ, എന്താ എന്തിനു വരാണ് ചെക്കന്മാരങ്ങള്? സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്ന അടിപിടിയുടെ ഫോട്ടോകളും വീഡിയോ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇവ പരിശോധിച്ച ശേഷം പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. അടിപിടിയിൽ നേരിട്ട് പങ്കെടുത്തവരെയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. CCN മലപ്പുറം. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കി വരുന്ന ഫ്ലെയിം വിദ്യാഭ്യാസ കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള എജു കോൺക്ലേവ് ഈ മാസം 19-ാം തീയതി ഞായറാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മണ്ണാർക്കാട് കോടതിപ്പടിയിലുള്ള MP ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ കോൺക്ലേവിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. രമേശ് പിഷാരടി MLA മുഖ്യാതിഥിയായും പ്രശസ്ത ചലച്ചിത്ര താരം ബേസിൽ ജോസഫ് വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. വിദ്യാഭ്യാസ രംഗത്തെ നൂതന ചിന്തകളെയും ആശയങ്ങളെയും കുറിച്ച് പ്രമുഖ കരിയർ വിദഗ്ധൻ മൻസൂർ അലി കാപ്പുങ്ങൽ, N സ്കൂൾ ലേണിംഗ് CEO KV മുഹമ്മദ് യാസീൻ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പ്രത്യേക സെഷനും ഇതോടൊപ്പം ഉണ്ടായിരിക്കും. മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിജയികൾക്കും നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്, LP UP വിഭാഗം CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നിവ നേടിയ പ്രതിഭകൾക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ 20ഓളം വിദ്യാലയങ്ങൾ 100% വിജയം SSLC, +2 പരീക്ഷകളിൽ നേടുക വരെയുണ്ടായി. NMS സ്കോളർഷിപ്പ് പാലക്കാട് ജില്ലയിൽ തന്നെ
അതിൻ്റെ 1/3 വിജയികളെയും മണ്ണാർക്കാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. അത്തരം ഒരു പദ്ധതിയുടെ എല്ലാ വർഷവും വളരെ ജനകീയമായി നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമാണ് എജു കോൺക്ലേവ്. ഈ വർഷം നമുക്കേറെ സന്തോഷം, നമ്മുടെ ജനപ്രതിനിധി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഫ്ലെയിം എജു കോൺക്ലേവ് വിപുലമായി തന്നെ ഈ 19-ന് കോടതിപ്പടി MP ഓഡിറ്റോറിയത്തിൽ 19-ന് ഞായർ 2 മണിക്ക് നടക്കുകയാണ്. പരിപാടിയുടെ മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫ്ലെയിം കോർ ഗ്രൂപ്പ് ചെയർമാൻ ഹമീദ് കൊമ്പത്ത്, കൺവീനർ ഡോക്ടർ ടി സൈനുൽ ആബിദ്, ഭാരവാഹികളായ KG ബാബു, സിദ്ദിഖ് പാറോക്കോട്, അഡ്വക്കേറ്റ് ഷമീർ പഴേരി, മോഹസിൻ ചങ്ങലീരി എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീഡന പരാതി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം CPM-ലെ C. സുജിത് രാജിവെച്ചു. CPM-ഉം DYFI-യും നേരത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കേരള PSC നടത്താനിരുന്ന പരീക്ഷയിൽ ഗുരുതരമായ വീഴ്ച. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്താനിരുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ അബദ്ധത്തിൽ രാവിലെ നടന്ന മറ്റൊരു പരീക്ഷയ്ക്ക് വിതരണം ചെയ്തതോടെയാണ് ഉച്ചതിരിഞ്ഞ് നടത്താനിരുന്ന പരീക്ഷ റദ്ദാക്കേണ്ടി വന്നത്. ലഹരി മാഫിയയ്ക്ക് മുന്നിൽ കേരളം മുട്ടുമടക്കില്ലെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ സംഗമം ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ ചെറിയമുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയുമായി ബന്ധപ്പെട്ട് തിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കണ്ടാൽ അറിയാവുന്ന 40-ലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പവർ കട്ടിനെതിരെ DYFI തച്ചമ്പാറ ബ്ലോക്ക് കമ്മിറ്റി കാഞ്ഞിരപ്പുഴ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണയിലും KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.